നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായി ചൊല്ലേണ്ട ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡിനെ കുറിച്ചാണ്. ഞാൻ ഒരുപാട് സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്, മാഡത്തിന് ഫലം തരുന്ന സ്വിച്ച് വേർഡുകൾ ഏതാണ് എന്ന്. എനിക്ക് സാധാരണ ഒരു 3 സ്വിച്ച് വേർഡുകളാണ് ഫലം തരുന്നത്. എല്ലാവർക്കും എല്ലാ സ്വിച്ച് വേർഡുകളും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കണമെന്നില്ല. നമുക്ക് ഏതാണോ ചൊല്ലുമ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കുന്നത് അത് നമുക്ക് മെമ്മറിയിൽ വെച്ച് തുടർച്ചയായി ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ച് ചൊല്ലാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫലം തരുന്ന സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല. ചിലർക്ക് സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് പണമായിരിക്കും, ചിലർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളായിരിക്കും. ആരോഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിലെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും. മറ്റു ചിലർക്കാകട്ടെ അവരുടെ തൊഴിലിലായിരിക്കും കോൺഫിഡൻസ്. എനിക്ക് ഇന്ന് തൊഴിൽ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എല്ലാം തന്നെ കിട്ടിയ ഒരു സന്തോഷമാണ് എന്ന് പറയുന്നവരുണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജീവിതത്തിൻ്റെ സമ്പത്തായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. അതായത് പ്രധാനമായും ഇത് സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നതാണെങ്കിലും കൂടി സമ്പത്ത് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പലതരം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയും ഈ ഒരു സ്വിച്ച് വേർഡ് പ്രയോഗിക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് ഈ സ്വിച്ച് വേർഡ് പ്രയോഗിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിവതും രാത്രിയിൽ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ പ്രയോഗിക്കേണ്ടത്. മനസ്സ് ശാന്തമായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് വേറെ ഏതു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാകരുത്. നിങ്ങൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അതായത് ചിലർക്ക് ഇപ്പോൾ പണം അത്യാവശ്യമായിട്ട് വേണം എന്നിരിക്കെ നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യം അത് നിങ്ങൾ ആരുമായിട്ടും പങ്കുവെക്കേണ്ട കാര്യമില്ല. നിങ്ങളും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമായത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയേണ്ടത്. അതല്ലാതെ വീട്ടിലുള്ള മറ്റുള്ളവരോടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മൾ ഈ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ ചൊല്ലുവാനായിട്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങോടു കൂടി നമ്മൾ ഇരുന്നു കഴിഞ്ഞു നമ്മുടെ കിടക്കുന്ന മുറിയിലോ അതും അല്ലെങ്കിൽ ഹാളുകളിലോ അതും അല്ലെങ്കിൽ നിങ്ങൾ കട്ടിലിലോ എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് ഈ ഒരു വാക്ക് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഈ വാക്ക് ചൊല്ലുന്നതിന് മുന്നേ തന്നെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സ് പോസിറ്റിവിറ്റി നിറഞ്ഞതായിരിക്കണം. ഒരിക്കലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു വാക്ക് നിങ്ങൾ ചൊല്ലുവാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത്രയും പവർഫുള്ളായ ഒരു വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. സാധാരണ ഞാൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമ്പന്നതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് എന്നുള്ളത്. അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നും നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന ഒരു വാക്കാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി ഇരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു വാക്ക് ചൊല്ലുക. ആ അത്ഭുത വാക്ക് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം. അത്ഭുതകരമായ വളരെ പെട്ടെന്ന് ഫലം തരുന്നതുമായ ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേർഡാണ് കോൺവലെക്സ. കോൺവെലക്സയല്ല, കോൺവലെക്സ എന്നുള്ള ഈ ഒരു വേർഡ്. നിങ്ങൾ ഈ വാക്ക് ഒരു ദിവസത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സുമായി ഈ ഒരു വാക്ക് കണക്ട് ചെയ്യുവാനായിട്ട് ചുരുങ്ങിയത് ഒരു 51 തവണ ചൊല്ലാവുന്നതാണ്. ചുരുങ്ങിയത് 51 തവണ എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചൊല്ലുവാൻ ആഗ്രഹമുണ്ടെങ്കിലും കൂടി ഈ വാക്ക് നിങ്ങൾ തുടർച്ചയായി ചൊല്ലാം. ഇനി എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നാൽ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ വാക്ക് ചൊല്ലുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്താണ് ആവശ്യം, വീടാണോ അല്ലെങ്കിൽ ജോലിയാണോ അല്ലെങ്കിൽ വാഹനങ്ങളാണോ, എന്താണോ ആവശ്യം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ ആവശ്യം ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുമ്പോൾ, ഇപ്പോൾ ഒരാൾ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് എത്തിച്ചു തരികയാണ്, നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നിരിക്കട്ടെ, നമുക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുന്നത്. അതേ സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യമായ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ വാക്ക്
വാക്ക് ചൊല്ലാവുന്നതാണ്. 51 തവണ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഉറങ്ങുവാനായിട്ട് പോവുക. ഇനി ഇത് എത്ര ദിവസം ചൊല്ലണം എന്നൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും തുടർച്ചയായി ചൊല്ലാം. ഒരു 21 ദിവസം എന്ന് നിങ്ങൾ കണക്കിലെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഇനിയൊരു രീതിയും കൂടി പറയാം, ഇത് നമുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നത് എന്ന്. അതായത് നിങ്ങൾ ഒരു 21 ദിവസം മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ആ 21ാമത്തെ ദിവസം നിങ്ങൾ ഒരു നിശ്ചിത തുക ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണ്. ആ തുക നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് വെറും 21 ദിവസം മാത്രം നിങ്ങൾ കാത്തിരിക്കുക. അതായത് 1-ാം തീയതി തുടങ്ങുകയാണെങ്കിൽ 21-ാം ദിവസം നിങ്ങൾ ആഗ്രഹിച്ച തുക, അത് എത്ര രൂപ ആണെങ്കിലും ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ വാക്ക് തുടർച്ചയായി ചൊല്ലി വരിക. ഇങ്ങനെ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് 1-ാമത്തെ ദിവസം കഴിയുമ്പോൾ, 2-ാമത്തെ ദിവസം കഴിയുമ്പോൾ, ഇങ്ങനെ 1, 2, 3 ദിവസങ്ങൾ കഴിയും തോറും ആ 21ാമത്തെ ദിവസത്തിൽ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു തുകയുണ്ട് എന്ന് അറിയുമ്പോൾ ഓരോ ദിവസവും കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് ആകാംക്ഷയായിരിക്കും. അതുതന്നെയാണ് ഇവിടെ. അതായത് ആ തുക വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ തുക നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് ഈ പ്രപഞ്ചം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അതിന് വില്ലിങ് ആക്കുകയാണ്. ഇപ്പോൾ 1 കോടി രൂപ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിക്കും. തീർച്ചയായും പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി 1 കോടി രൂപ സമ്പാദിക്കുവാനുള്ള വഴികൾ നിങ്ങളുടെ മുൻപിലേക്ക് ഈ പ്രപഞ്ചം തുറന്നു തരുന്നതായിരിക്കും. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ലക്ഷങ്ങളോ കോടികളോ നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ്. പക്ഷെ സാധാരണ നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ്സിലുള്ളവരെല്ലാം എന്താണ് ആഗ്രഹിക്കുന്നത്? കുറഞ്ഞ തുകകൾ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാൻ സാധിക്കും. 1 കോടി രൂപ എന്ന് പറയുമ്പോൾ 21 ദിവസത്തിൽ നടക്കില്ല എങ്കിൽ നിങ്ങൾ ഒരു വർഷത്തിൽ കണക്കെടുക്കുക. ഇപ്പോൾ ജനുവരി മാസം 1-ാം തീയതി അല്ലെങ്കിൽ ഏപ്രിൽ മാസം 1-ാം തീയതി കണക്കിലെടുക്കുകയാണെങ്കിൽ അടുത്ത ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങൾ 1 കോടി രൂപ സമ്പാദിക്കുവാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു പേഴ്സണായി മാറുമെന്ന് നിങ്ങൾ തന്നെ പൂർണ്ണമായും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഗോൾ നിശ്ചയിച്ച് ആ ഗോളിലേക്ക് എത്തുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമോ അതെല്ലാം നിങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും. ആ ശ്രമങ്ങളൊന്നും തന്നെ പരാജയപ്പെടുകയില്ല. കാരണം നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിങ്ങൾ ആഗ്രഹിച്ച ആ തുകയിലേക്ക് എത്തണം, എൻ്റെ ജീവിതം അടുത്ത തലത്തിലേക്ക് എത്തണം, എന്നെ പരിഹസിച്ചവരെല്ലാവരും തന്നെ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കണം എന്നെല്ലാം നമ്മൾ വാശിയോടുകൂടിയും അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടിയും നിങ്ങൾക്ക് ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. 1 കോടി രൂപ എന്നല്ല, നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു തുക മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ്. ഇനി അതല്ല, രൂപയല്ല ആവശ്യം, എനിക്കൊരു വീടാണ് ആവശ്യമെങ്കിൽ ഒരു വീട് കെട്ടി എടുക്കുവാനുള്ള ഒരു കാലതാമസം ഉണ്ടാകുമല്ലോ. ഉദാഹരണത്തിന് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം എന്നിങ്ങനെ നിങ്ങൾക്ക് ഒരു വീട് കെട്ടിയെടുക്കുവാനുള്ള എത്രമാത്രം മാസങ്ങൾ ആവശ്യമാണോ അത്രയും മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ്. ഇനി പീരിയഡ്സ് ആണ്, പുലവാലായ്മയുണ്ട്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് ഒഴിവാകാതെ തുടർച്ചയായി ചൊല്ലാം. കാരണം ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും വിശ്വാസത്തോടുകൂടി ചൊല്ലാവുന്ന ഒരു അത്ഭുത ഇറ്റാലിയൻ സ്വിച്ച് വേർഡാണ് ഇത്. ഇനി ചിലർക്ക് സംശയമുണ്ടാകും, രാവിലെ ചൊല്ലാമോ എന്ന്. തീർച്ചയായിട്ടും ഏതൊരു സ്വിച്ച് വേർഡും രാവിലെയും വൈകുന്നേരവും ചൊല്ലുമ്പോൾ നമുക്ക് ഇരട്ടി ഫലം കിട്ടും. മാത്രമല്ല ഇടസമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ്. എങ്കിലും ഏതൊരു സ്വിച്ച് വേർഡിനും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനും പൂർണ്ണമായും ഫലം കിട്ടണമെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു സമയത്ത് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വാക്ക് ചൊല്ലി നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതു കാര്യത്തിലേക്കാണോ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടെ കൊണ്ട് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, സ്വിച്ച് വേർഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.